ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നത് എന്താണ്? നമ്മുടെ ബി.എഡിനൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കായിരുന്നു. ഇമോഷണൽ ഇൻ്റലിജൻസിനെ നമ്മൾ EI EQ എന്നൊക്കെ ഷോർട്ട് ഫോമിൽ വിളിക്കും. എന്തെന്ന് വെച്ചാൽ സ്വന്തം വികാരങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും അതോടൊപ്പം മറ്റുള്ളവരുടെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനോട് ശരിയായ രീതിയിൽ പ്രതികരിക്കാനുമുള്ള കഴിവാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പ്രധാന വ്യക്തികളും സിദ്ധാന്തങ്ങളും, അതായത് ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രധാന വ്യക്തികളും അവരുടെ സിദ്ധാന്തങ്ങളുമാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ് ഡാനിയൽ ഗോൾമാൻ. 1995 പുറത്തിറങ്ങിയ ഇദ്ദേഹത്തിൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ഒരു ആശയം ലോകമെമ്പാടും പ്രശസ്തമായത്. ഇദ്ദേഹത്തെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പ്രധാന വക്താവായിട്ട് കണക്കാക്കുന്നത്. ഇനി പീറ്റർ സലോവേ, ജോൺ മേയർ ഇവർ രണ്ടുപേരും ഇതേപോലെ തന്നെ നമ്മുടെ ഡാനിയൽ ഗോൾമാനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. 1990 ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പദം ആദ്യമായിട്ട് ശാസ്ത്രീയമായി നിർവചിച്ചതും അതിന്മേൽ ആദ്യത്തെ മാതൃക വികസിപ്പിച്ചത് ഇവരാണ്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ ഒരു ആശയം ലോകമെമ്പാടും പ്രസിദ്ധമാക്കിയത് ഡാനിയൽ ഗോൾമാനാണ് 1995. എന്നാൽ അതിന് മുന്നേ ഒരു 5 വർഷം മുന്നേ പീറ്റർ സലോവേയും ജോൺ മേയറും എന്ത് ചെയ്തു? ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ള പദം ആദ്യമായിട്ട് ശാസ്ത്രീയമായി നിർവചിക്കുകയും അതിന്മേൽ ആദ്യത്തെ മാതൃക വികസിപ്പിക്കുകയും ചെയ്തു. അതിന് ഒരു 5 വർഷം മുന്നേ വെയിൻ ലിയോൺ പെയിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഡോക്ടറൽ തീസിസിലാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ 1985 വെയിൻ ലിയോൺ പെയിൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഡോക്ടറൽ തീസിസിലാണ് ആദ്യം ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇനി ഡാനിയൽ ഗോൾമാൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഘടകങ്ങൾ, 5 കമ്പോണൻസ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഡാനിയൽ ഗോൾമാൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്ത പ്രകാരം ഇമോഷണൽ ഇൻ്റലിജൻസിന് 5 പ്രധാന ഘടകങ്ങളാണുള്ളത്. ഇത് പരീക്ഷയിൽ ഇവയിൽ നിന്നും സിറ്റുവേഷൻ ബേസ്ഡ് ചോദ്യങ്ങൾ വരാറുണ്ട്. ഒന്നാമത്തത് സ്വയം തിരിച്ചറിവ്, സെൽഫ് അവെയർനെസ് എന്ന് പറയും. അതായത് സ്വന്തം വികാരങ്ങൾ, ശക്തികൾ, ബലഹീനതകൾ, അവ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എന്നിവ കൃത്യമായി തിരിച്ചറിയാനുള്ള കഴിവ്. ഈ കഴിവ് നിങ്ങൾക്കുണ്ടോ നോക്കുക. സ്വയം തിരിച്ചറിവ്, സെൽഫ് അവെയർനെസ്, സ്വന്തം വികാരങ്ങൾ, ശക്തികൾ, ബലഹീനതകൾ എന്തൊക്കെയാണെന്നറിയാവോ? അവ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എന്നിവ കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള കഴിവ്. ഇനി സ്വയം നിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ, പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങളെയും ദേഷ്യത്തെയും നിയന്ത്രിക്കാനും മാറുന്ന സാഹചര്യങ്ങളോട് നല്ല രീതിയിൽ പൊരുത്തപ്പെടാനുമുള്ള കഴിവ്. എത്ര പേർക്കുണ്ടെന്നൊന്ന് വിലയിരുത്തി നോക്കുക. സ്വയം നിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ, പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങളെയും ദേഷ്യത്തെയും ഒക്കെ നിയന്ത്രിക്കാനും മാറുന്ന സാഹചര്യങ്ങളോട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പൊരുത്തപ്പെടാനുമുള്ള കഴിവ്. അടുത്തത് ആന്തരിക പ്രചോദനം, ഇൻറ്റേർണൽ മോട്ടിവേഷൻ. പണമോ പദവിയോ പോലുള്ള ബാഹ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ലക്ഷ്യങ്ങൾ നേടാനായി സ്വയം പ്രചോദിതനാകാനുള്ള ആന്തരികമായ ആഗ്രഹം. അത് എക്സ്ട്രിൻസിക് അല്ല, ഇൻറ്റേർണൽ മോട്ടിവേഷനാണ്. പണമോ പദവിയോ മറ്റെന്തെങ്കിലും ഇത് ചെയ്താൽ ഇത് കിട്ടും എന്നല്ലാതെ ബാഹ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ലക്ഷ്യങ്ങൾ നേടാനായി സ്വയം പ്രചോദിതനാകാനുള്ള കഴിവിനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ആന്തരികമായ ആഗ്രഹത്തെയാണ് നമ്മൾ ഇൻട്രിൻസിക് അല്ലെങ്കിൽ ഇൻറ്റേർണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി 4ാമത്തത് സഹാനുഭൂതി അഥവാ എമ്പതി, മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് അവരുടെ വികാരങ്ങളെയും മാനസികാവസ്ഥയും മനസ്സിലാക്കാനുള്ള കഴിവ്. അല്ലേ, നമ്മൾ അയാളുടെ സിറ്റുവേഷൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അയാളുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്കാനുള്ള കഴിവ്. അടുത്തത് സാമൂഹിക കഴിവുകൾ, സോഷ്യൽ സ്കിൽസ്, മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും ആശയവിനിമയം നടത്തുവാനും തർക്കങ്ങൾ പരിഹരിക്കാനുമുള്ള കഴിവാണ് സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ്. ഇൻ്റലിജൻസ് കോഷ്യൻസ്
ഈ ഇമോഷണൽ കോഷ്യൻ്റ്, ഇത് രണ്ടും അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസും ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ഇമോഷണൽ കോഷ്യൻറ്റും ഇൻ്റലിജൻസ് കോഷ്യൻറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ യുക്തിചിന്തയെയും അക്കാദമിക് കഴിവിനെയും സൂചിപ്പിക്കുമ്പോൾ EQ ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സാമൂഹികവും വൈകാരികവുമായ വിജയത്തെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു വ്യക്തി യുക്തിചിന്തയും അക്കാദമിക് കഴിവും ഉണ്ടെന്ന് വെച്ച് അയാൾക്ക് ഇമോഷണൽ കോഷ്യൻ്റ് വളരെ വലുതാണെന്നോ അല്ലാത്ത നേരെ മറിച്ചാണെങ്കിൽ അയാൾക്ക് ഇമോഷണൽ കോഷ്യൻ്റ് കുറവാണെന്നോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ IQ ഉള്ള ഒരു വ്യക്തിയേക്കാൾ, ഭയങ്കര IQ ഉള്ള വ്യക്തിയേക്കാൾ EQ കൂടുതൽ മറ്റൊരു വ്യക്തിക്കായിരിക്കും, അല്ലെങ്കിൽ IQ കുറഞ്ഞൊരു വ്യക്തിക്കായിരിക്കും EQ ഉണ്ടാവുക. സോ ഒരു വ്യക്തിയുടെ സാമൂഹികവും വൈകാരികവുമായ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ് EQ. ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിൽ IQ-വിനേക്കാൾ പ്രാധാന്യം EQ-വിനാണ്. ജീവിത വിജയത്തിൽ IQ-വിനേക്കാൾ പ്രാധാന്യം 20% IQ വരും. പ്രാധാന്യം എന്തിനാണ്? EQ-വിനാണ്, ഇമോഷണൽ കോഷ്യൻറ്റിനാണ് 80%. മേയർ സലോവെ കാരുസോ ടെസ്റ്റ്, കാരുസോ ടെസ്റ്റ് MSCEIT എന്ന് പറയും. ഒരു വ്യക്തിയുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രശസ്തമായ എബിലിറ്റി ബേസ്ഡ് ടെസ്റ്റാണ് മേയർ സലോവെ കാരുസോ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇമോഷണൽ ഹൈജാക്കിംഗ് എന്താണ്? തലച്ചോറിലെ വൈകാരിക കേന്ദ്രമായ അമിഗ്ഡല നമ്മുടെ ലിംബിക് സിസ്റ്റത്തിൻ്റെ കൂടെ പാർട്ടാണ്. ഇത് യുക്തിപരമായി ചിന്തിക്കുന്ന മുൻഭാഗത്തെ മറികടന്ന് പെട്ടെന്ന് പ്രതികരിക്കുന്ന അവസ്ഥയാണിത്. അതായത് ഇമോഷണൽ ഹൈജാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിലെ വൈകാരിക കേന്ദ്രമായ അമിഗ്ഡല യുക്തിപരമായി ചിന്തിക്കുന്ന മുൻഭാഗത്തെ മറികടന്ന്, അതായത് പ്രീഫോണ്ടൽ കോർട്ടക്സ് ആണ് യുക്തിപരമായിട്ട് ചിന്തിക്കുന്നത്, ഇതിനെ മറികടന്ന് പെട്ടെന്ന് പ്രതികരിക്കുന്ന അവസ്ഥയാണിത്. ഉദാഹരണത്തിന് കടുത്ത ദേഷ്യത്തിൽ ആലോചിക്കാതെ പെരുമാറുന്നത്. അതായത് നമ്മൾ പ്രീഫോണ്ടൽ കോർട്ടക്സ് നമുക്ക് വർക്ക് ചെയ്യും, പക്ഷേ അതിനെ ഓവർകം ചെയ്ത് ഈ അമിഗ്ഡല, നമ്മൾ ഒരു വികാര ജീവിയാണ് അല്ലെങ്കിൽ വൈകാരിക ജീവിയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരിൽ അമിഗ്ഡല എന്ത് ചെയ്യും? അവരുടെ ആ ഒരു യുക്തിപരമായിട്ടുള്ള ഒരു ചിന്തയെ ഓവർകം ചെയ്ത് ഒരു പ്രശ്നത്തിന് പോയിട്ട് വേറെ രണ്ടോമാർ പ്രശ്നത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അമിഗ്ഡല പ്രവർത്തിക്കുന്ന കാരണം മറ്റൊരുത്തം പോയി അടിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അപ്പം നമുക്ക് എന്ത് പറയാം? അത് ഈ നമ്മുടെ ലോജിക്കായിട്ട് അല്ലെങ്കിൽ യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിനെ ഓവർ പവർ ചെയ്യുന്നു എന്ന് പറയാം. സോ ഇതാണ് ഇമോഷണൽ ഹൈജാക്കിങ്.